സിനിമാസ്കാരം. എൻ്റെ പേര് സിദ്ദീഖ് ഹസൻ. മോളിവുഡ് ടൈംസ് കാണാൻ എടപ്പള്ളി ലുലു മാളിലുള്ള PVR സ്ക്രീനിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സ്ക്രീൻ 6 ആണ് ഞാൻ തിരഞ്ഞെടുത്തത്. സ്ക്രീൻ 6 ആണ് ഇവിടെ ഉള്ളതിൽ 4K ലേസർ. മോളിവുഡ് ടൈംസിന്റെ DCP സ്കോപ്പ് റേഷ്യോ 2.39:1 ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ നോർമൽ തിയേറ്ററുകളെല്ലാം ഫുൾ സ്ക്രീൻ ആയിരിക്കും. പക്ഷേ നിങ്ങൾ PXL സ്ക്രീനിലോ അല്ലെങ്കിൽ എപ്പിക് സ്ക്രീനുകളിലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് സ്ക്രീനുകളിലോ ആണ് ഈ സിനിമ കാണുന്നതെന്നുണ്ടെങ്കിൽ മുകളിലും താഴെയും ബ്ലാക്ക് ബാർസ് ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു വർഷം മലയാള സിനിമയിൽ എത്ര അധികം സിനിമകൾ റിലീസ് ആവുന്നുണ്ട്? അതിൽ കൊള്ളാവുന്നത് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് ഉള്ളത് എന്ന് പറയാവുന്ന സിനിമകൾ എത്ര ഉണ്ടാവും? എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? ഒരു 10 സിനിമ ഉണ്ടാവും ഒരു വർഷത്തിൽ. അതുകൂടാതെ ഒരാൾ പോലും കയറാത്ത കുറേ സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. ബുക്ക് മൈ ഷോ ഒക്കെ നോക്കുമ്പോൾ ഇത് ഏതാണ് ഈ സിനിമ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സിനിമകൾ ഒരു വർഷത്തിൽ എങ്ങനെ വന്നാലും 10-30 ഉണ്ടെങ്കിലൊക്കെ റിലീസാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾ വരുന്നത്? ഇതുപോലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും മലയാള സിനിമയിൽ നടക്കുന്ന എല്ലാ ഉഡായിപ്പും പച്ചയ്ക്ക് തുറന്നു പറയുന്നൊരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഗംഭീരമായിട്ടുള്ളൊരു തുടക്കമാണ്. കിഡിലൻ ഫസ്റ്റ് ഹാഫ് ഉണ്ട്. അതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ഡയലോഗ്സ് എല്ലാം ഗംഭീരമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരുപാട് സീനുകളുടെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. പിന്നെ ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതുവരെ ഉണ്ടായ ഒരു മൊമെന്റം അത് പ്രോപ്പറായിട്ട് ഒരു കീപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫൈനൽ ആക്ട് ആണ് ആ പടത്തിലുള്ളത്. സ്റ്റിൽ ഒരു വാച്ചബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് മോളിവുഡ് ടൈംസ്.